ഈ സമരം ഈ കേരളത്തിൽ ഇത്രയാകെ ഒരു തരംഗമായി മാറ്റിയത് ഞാൻ എൻ്റെ കുഞ്ഞും ഞങ്ങളുടെ കുഞ്ഞുമായി ഞങ്ങൾ നടത്തിയ സമരമായിരുന്നു. ഇപ്പോൾ ഈ PSCക്കാർക്ക് ഇത്രയും ശമ്പള വർധനവ് കൊടുത്തു എന്ന് അറിയുമ്പോൾ ഈ സർക്കാർ എന്തുകൊണ്ട് 10 ദിവസം കൊണ്ട് ഇവർക്ക് വേണ്ടി പണിയെടുത്ത ഈ ആരോഗ്യ കേരളത്തിന് നട്ടല്ലെന്ന് ഇവർ വിശേഷിപ്പിച്ച ആശാവർക്കറല്ലേ? അതെ, ഞാൻ ആശാവർക്കറാണ്. 6 വർഷക്കാലം കൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തിലുണ്ട്, ആരോഗ്യ പ്രസ്ഥാനത്തിൽ. ഈ കോവിഡ് ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നു. ആ കോവിഡ് വന്നതിനെ തുടർന്ന് എനിക്ക് അൾസർ ഉണ്ടായി. എനിക്ക് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എൻ്റെ കുടലിൽ പ്രശ്നമുണ്ട്. എന്നിട്ടാണ് ഞങ്ങളെ പട്ടിണിക്ക് ഇടുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ നടയിലിരിക്കുന്നത്. അല്ല ഞങ്ങളുടെ ആരുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനോ ഞങ്ങൾ മന്ത്രിസ്ഥാനം മോഹിച്ചു ഒന്നും വന്നവരല്ല. ഒരു തൊഴിലാളിക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ട്രേഡ് യൂണിയനുകളുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടുന്ന മിനിമം വേതനം ഞങ്ങൾക്കും തരണം. ഞങ്ങൾ സ്ത്രീ തൊഴിലാളികളായതുകൊണ്ട് ഞങ്ങൾ അപമാനിക്കരുത്, പരിഹസിക്കരുത്. അത് തന്നെയാണ് ഡിഗ്രിക്കാരിയാ മാഡം. അവർ പറയുന്നത് പോലെ അക്ഷരാഭ്യാസം ആരും ഉന്തിത്തള്ളി വിട്ടില്ല. ഞാൻ ഡിഗ്രിക്കാരിയാ. അക്ഷരാഭ്യാസവും അറിവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത്. ഇവരിൽ ഒരുപാട് പേര് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ അതൊന്നുമല്ലല്ലോ അവരുടെ പ്രശ്നം പറയുമ്പോൾ ഈ കുഞ്ഞുമായിട്ട് അമ്മ വന്നിരിക്കുന്നത്. എന്താ പേര്? എൻ്റെ പേര് രഞ്ജിനി. കുഞ്ഞിന്റെ പേരെന്താ? ക്ഷേത്ര. കുഞ്ഞ് നല്ല കൗതുകത്തോടെ ക്യാമറയെ നോക്കുന്നുണ്ട് അല്ലേ? പറയും. ഞാൻ ലീവിലായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ ഇത്രയും നാൾ ഇത് നടത്തിയിട്ട് എനിക്കിതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതൊരു വലിയൊരു വിഷമം പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ സമരത്തിൽ അവരോട് കൂടി പങ്കെടുത്തു. നമ്മുടേതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ലൊരു നമുക്ക് അനുകൂലമായ നടപടി കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കണ്ടോ? അപ്പൊ കുഞ്ഞുണ്ടായിട്ട് അധികം ദിവസമായിട്ടില്ല. കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വരണമെന്ന് തോന്നി. കാരണം അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതൊരു കുറവ് വരാൻ പാടില്ല. കരുത്തോടെ നിൽക്കണം. അവരെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയാണ്. രാപകലില്ലാതെ അവർ സമരം ചെയ്യുന്നു. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ളവർ നാളെ എത്തും. അതൊരു മഹാസംഗമമാക്കി, പ്രതിഷേധ മഹാസംഗമം ആക്കി മാറ്റാനാണ് അവരുടെ ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് അവർ മുന്നോട്ട് അങ്ങനെ പുറകോട്ട് പോകുന്നില്ല. ഓണറേറിയം അത് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, മാനദണ്ഡങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ, അവരുടെ വിരമിക്കൽ ആനുകൂല്യത്തിന്റെ കാര്യത്തിലൊക്കെ അവർ ഉറച്ചു നിൽക്കുകയാണ്. ചേച്ചി ആശാവർക്കറല്ലേ? പറയൂ ചേച്ചി, ചേച്ചിയുടെ അനുഭവം പറ. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7000 രൂപ കൊണ്ട് ഈ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു കുടുംബം പോറ്റാൻ കഴിയുമോ? 7000 രൂപ എന്ന് പറയുന്ന ഈ തുച്ഛമായ കാശ് കൊണ്ട് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. കഷ്ടപ്പാടുകളുടെ നടുവിലും ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഞങ്ങളിന്ന് 10 ദിവസമായി ഈ എരിപൊരിയുന്ന വെയിലത്ത് ഞങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രി ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഒന്നും അറിയത്തില്ല, എല്ലാം ധനമന്ത്രിയായിട്ട് ആലോചിക്കണം എന്നാണ് പറഞ്ഞത്. ഈ ധനമന്ത്രി പറയുകയുണ്ടായി നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് നിങ്ങളുടെ സമരമെന്ന്. നിങ്ങൾക്ക് അതിലെന്താണ് വ്യക്തമായിട്ട് പറയാനുള്ളത്? ധനമന്ത്രി അത് ആലോചിക്കാതെ പറഞ്ഞൊരു വാക്കാണ്. ധനമന്ത്രി ആണെന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത് പറയില്ല. കാരണം ഞങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളാണ്. ഞങ്ങൾക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാൻ പറ്റും. ഇവിടുത്തെ തൊഴിലാളി നിയമം എന്താണെന്നറിയാൻ പറ്റും. ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന പോപ്പുലേഷനിലെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിക്കുന്ന പല കാര്യങ്ങളിലും ബോധവൽക്കരണം കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രസ്താവന എന്ത് സാഹചര്യത്തിലാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി ധനമന്ത്രി എന്ന അറിയത്തില്ല. പ്രസ്താവന ശരിയല്ല അല്ലേ? അത് തിരുത്തണം. പ്രസ്താവന ശരിയല്ല. പിന്നെ കാരണം പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെടും. ഇന്ന് 10 ദിവസമായി ഇവിടെ ഈ വെയിലത്ത്. പക്ഷേ മന്ത്രി നമുക്ക് പക്ഷേ സ്ത്രീ ശാക്തീകരണം എന്ന് പറയും. എവിടെയാണ് എല്ലാവരും ഓരോ പ്രശ്നം? ഒരു വനിതാ കമ്മീഷനൊക്കെ വരുള്ളൂ. ഞങ്ങൾ ഇന്ന് 10 ദിവസമായി സ്ത്രീകൾ ഇത്രയും ഇവിടെ കിടക്കുന്നില്ല. ഏത് വനിതാ കമ്മീഷൻ വന്നു? ഒറ്റ മനുഷ്യരും ഞങ്ങൾ വനിതാ കമ്മീഷനെന്നോ ഗവൺമെൻറ് ആരോഗ്യമന്ത്രിയോ മറ്റോ ആരും ഞങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ വളരെയേറെ കഷ്ടത്തിലാണ് അനുഭവിക്കുന്നത്. ദുരിതം അനുഭവിച്ചാണ് ഞങ്ങൾ ഇത്രത്തോളം ഇവിടെ ഇരിക്കുന്നത്, ഈ പൊരി വെയിലത്ത് വരെ ഇരിക്കുന്നത്. പക്ഷെ അവരാരും ഞങ്ങളെ കണ്ണ് തുറന്ന് കാണുന്നില്ല.